ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെക്കുറിച്ചുള്ള സംഭവമാണ് വിവരിക്കുക. ഇവരെല്ലാം കൂടി ആ സ്ത്രീയെ വലിച്ചഴിച്ചുകൊണ്ട് വരിക. മോശയുടെ നിയമം അനുസരിച്ച് ഇവരെ കല്ലെറിഞ്ഞ് കൊല്ലണം. യേശുവിനോട് ചോദിക്കുകയാണ്, ഇവളെ എന്താ ചെയ്യേണ്ടത്? ഈശോനെ പെടുത്താൻ വേണ്ടിയിട്ടാണ് അവർ ചോദിക്കുക. കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന് പറഞ്ഞാൽ ഈശോ കരുണ പ്രസംഗിക്കുന്ന ആളാണ്. അപ്പം കരുണ കാണിക്കാതെ പോവുക. ഈശോയുടെ പഠനങ്ങളെ തന്നെ തകിടം മറിക്കുക. ഇനി കല്ലെറിയരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശയുടെ നിയമം ലംഘിക്കുക. ഈശോ യഹൂദനാണ്, ആ നിയമം ലംഘിക്കുക. അപ്പോൾ ഈശോയ്ക്കെതിരെ തിരിവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈശോനെ ഏതെങ്കിലും രീതി പെടുത്തണം എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഈ സ്ത്രീയെ കൊണ്ടുപോയി, അല്ലെങ്കിൽ അവർക്ക് സ്ത്രീയെ കൊണ്ടുപോയി ശിക്ഷ നടപ്പാക്കിയാൽ മതി. പക്ഷേ ഈശോ അവരോട് പറയും, നിങ്ങൾ പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന്. പിന്നീട് നമ്മൾ കാണുക ഓരോരുത്തർ പോവുകയാണ്. അവസാനം ആ സ്ത്രീയോട് ചോദിക്കുകയാണ്, ആരും നിന്നെ വിധിച്ചില്ല? ഇല്ല കർത്താവേ, ആരും എന്നെ വിധിച്ചില്ല. ഇപ്പോൾ ഈശോ സ്ത്രീയോട് അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. പാപിനിയായ അവളോട് ഈശോ പറയുകയാണ്, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, ഇനിമേൽ നീ പാപം ചെയ്യരുത്. നിന്റെ പാപങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ സങ്കടങ്ങളുടെ മുമ്പിൽ ഈശോ പറയുക, ഞാൻ നിന്നെ വിധിക്കുന്നില്ല, നീ പൊക്കോ എന്ന് പറഞ്ഞാൽ സമാധാനത്തിൽ പൊക്കോന്ന, ഞാൻ നിന്നെ വിധിക്കുന്നു. ഇനി മേലിൽ പാപം ചെയ്യും. ഇനി മേലിൽ നീ ഈശോയിലേക്ക് ഒരു ശ്രദ്ധ കൊടുക്കണം, ഈശോയോട് ചേർന്ന് മുന്നോട്ട് പോകണം. ഇതുവരെയുള്ള ജീവിതത്തിലേക്ക് നോക്കണ്ടെന്നുള്ളത് ഈ നോമ്പ് കാലത്ത് നമുക്ക് സ്വീകരിക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു കാര്യമാണ്. കർത്താവ് എൻ്റെ പാപക്കറകൾ കഴുകിക്കളയുന്നു, എല്ലാം മാറ്റിക്കളയുന്നു, പൊയ്ക്കൊള്ളുക, സമാധാനത്തിൽ പൊയ്ക്കൊള്ളുക. പക്ഷെ ഇനി മേലിൽ ഒരു പുതിയ സ്റ്റെപ്പ് എടുക്കണമെന്ന് ഈശോ പറയുക. ഈ സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് പോകാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചെന്ന് കരങ്ങൾ. നല്ലവനായ കർത്താവെ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുക. ഈശോയെ, ഒരു പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്കുവാനായിട്ട്, വിശുദ്ധമായൊരു ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണം. ഈ ദിവസത്തിലൂടെ നന്മകളും കൃപകളും സംരക്ഷണം എല്ലാം നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിച്ചിടാ